ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഇന്ന് ചതിയനായ ഒരു കൊക്കിൻ്റെ കഥയാണ് കേട്ടോ. ഒരു കാട്ടിൽ ഒരു തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ പലതരം മീനുകളും ഞണ്ടുകളും മറ്റു ജലജീവികളും ഒത്തൊരുമയോടെ ജീവിച്ചിരുന്നു. ആ തടാകത്തിലേക്ക് എന്നും ഒരു വൃദ്ധനായ കൊക്ക് ഇര പിടിക്കാനായി വന്നിരുന്നു. അങ്ങനെയിരിക്കെ കടുത്ത വരൾച്ച വന്നു. തടാകത്തിലെ വെള്ളമൊക്കെ വറ്റാൻ ആരംഭിച്ചു. കൂടാതെ വൃദ്ധനായ കൊക്കിന് പഴയതുപോലെ ഇര പിടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം മീനുകളും ഞണ്ടുകളുമെല്ലാം ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വൃദ്ധനായ കൊക്കുമെത്തി. കാര്യമറിഞ്ഞപ്പോൾ കൊക്കു പറഞ്ഞു, കുറച്ചപ്പുറത്തായി നല്ലൊരു പുഴയുണ്ട്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഇതു കേട്ട മീനുകൾക്കും ഞണ്ടുകൾക്കും സന്തോഷമായി. അടുത്ത ദിവസം കൊക്ക് ഒരു മീനിനെ എടുത്ത് പറക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ കൊക്ക് താഴെ ഇറങ്ങി. ആ മീനിനെ അവൻ ഭക്ഷിച്ചു. ഓരോ ദിവസവും ഓരോ മീനുകളെയും അവൻ കൊണ്ടുപോയി ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഞണ്ടിൻ്റെ ഊഴമെത്തി. കൊക്ക് ഞണ്ടിനെയും കൊണ്ട് പറക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ കൊക്ക് താഴേക്ക് പറക്കാൻ തുടങ്ങി. അപ്പോഴാണ് താഴെ മീനുകളുടെ എല്ലുകൾ കിടക്കുന്നത് ഞണ്ടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞണ്ടിന് അപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. കൊക്ക് തങ്ങളെ അവൻ്റെ ഭക്ഷണമാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് ഞണ്ടിന് മനസ്സിലായി. അവൻ അപ്പോൾ തന്നെ കൊക്കിൻ്റെ കഴുത്തിൽ ഇറുക്കി. അതോടെ കൊക്ക് ചത്തുവീഴുകയും ഞണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ നല്ല സുഹൃത്തുക്കളെയാണ് കൂടെ കൂട്ടേണ്ടത്. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.